വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു Q&A വീഡിയോ ആണ്. കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ചെയ്യാമെന്നല്ലേ. ശീതളേച്ചിയായിരിക്കും ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ എന്നാണ് കേട്ടോ. ഞാനും ഇവളും സിസ്റ്റേഴ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടാളും സിസ്റ്റേഴ്സ് ആണ്. ഇവൾ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് ആവാം അല്ലേ. പ്ലേസ് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് ഞങ്ങൾ കോഴിക്കോടാണ്. ഇപ്പോൾ മണിയൂരാണ് ഞങ്ങൾ രണ്ടാളും ഉള്ളത്. അമ്മേൻ്റെ വീടാണ്. ഫുൾ നെയിം? എൻ്റെ പേര് ശിവദ എസ് എന്നും എൻ്റെ പേര് സാൻവിക സന്ദീപ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 6th-ലാണ്, 6ാം ക്ലാസ്സിൽ. ഇവള് 3rd-ലാണ്. ഞാൻ ഇനി 7th-ലോട്ട്, ഇവളിനി 4th-ലോട്ട്. രണ്ടുപേരും എന്താ ഒരുമിച്ച് എല്ലാ വീഡിയോസിലും വരാത്തെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവളെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ അവളുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലായിരിക്കില്ലേ സ്കൂൾ ടൈമിൽ ഉണ്ടാവുക. അപ്പോൾ അവൾ അവിടുന്ന് വീഡിയോസ് ഇട്ട് പോസ്റ്റ് ചെയ്യും, ഞാൻ ഇവിടുന്ന് വീഡിയോസ് ഇട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് എല്ലാവരും ഒന്നിച്ച് ചേരുമ്പോഴാണ് നമ്മൾ എപ്പോഴും വീഡിയോ ഇടാറ്. ഈ ചാനൽ തുടങ്ങാനുള്ള മാസ്റ്റർ മൈൻഡ് ആരാണ്? മാസ്റ്റർ മൈൻഡ് ശീതളാണ് കേട്ടോ. കാരണം അവള് പറഞ്ഞു നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു ചാനൽ ഇടാം. കാരണം ഞാൻ ഇവളും പണ്ടേ വെറുതെ വ്ളോഗ് എടുക്കും, പക്ഷെ പോസ്റ്റൊന്നും ചെയ്യില്ല. അപ്പോൾ ശീതളേച്ചി വെറുതെ ബ്യൂട്ടിഫുൾ സിസ്റ്റേഴ്സിന് പേരിട്ടിട്ട് അവള് പറഞ്ഞു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യണ്ട, വെറുതെ ആക്കിക്കോളും. എന്നിട്ട് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ശീതളേച്ചി. നിങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അമ്മേൻ്റെ വീട്ടിലാണ്. സ്ഥലം? മണിയൂര്. രണ്ടുപേരുടെ ഏജ്, ക്ലാസ് ആൻഡ് സ്കൂൾ? എനിക്ക് 12, ഇവർക്ക് 8. സ്കൂള് ഞാൻ എൻ്റെ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ പയ്യോളി. എൻ്റെ അമൃത അർക്കിലാണ്. ക്ലാസ് ഓൾറെഡി പറഞ്ഞല്ലോ, 6th, 3rd. പാരൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവർ അബ്രോഡാണോ നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടാളെ പാരൻസും നാട്ടിലുണ്ട്, ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവളച്ഛൻ ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് തന്നെ ഇടക്കാണ് പക്ഷെ നാട്ടിൽ തന്നെയാണേ. വീഡിയോസിൽ എന്താണ് അവരെ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ദോശ കഴിക്കുന്ന വ്ളോഗിൽ എന്തായാലും എൻ്റെ അച്ഛൻ പെട്ടിട്ടുണ്ടായതിൽ അച്ഛനാണ് പറഞ്ഞത്, കുറച്ചുള്ള അച്ഛനാണ് പറഞ്ഞത്. അപ്പൊ എൻ്റെ അച്ഛൻ ഇപ്പോൾ കാണത്തില്ല, ഇവിടെ റെയിൽവേയിലാണ്. അപ്പൊ ഇനി എന്നുവെച്ചാൽ ഇപ്പോൾ ഇവളെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഓൾ അച്ഛൻ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ടൈമിൽ ഒരേ ഇത് കിട്ടൂലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് വീഡിയോ ഇടാത്തത്. ചാനലും കാര്യങ്ങളൊക്കെ ആരുടെ കയ്യിലാണ്? ഇതൊക്കെ ആരാണ് നടത്തുന്നത്? ചാനലും ഞാനും സാൻവി ഏച്ചിയും, ഞങ്ങൾ 3ആളും. ഏച്ചി ഇപ്പം ആയിട്ടാണ് വരുത്ത്. അല്ല, ഇപ്പം ഞങ്ങൾ രണ്ടാളും ആദ്യം ഏച്ചിയായിരുന്നു നോക്കാറ് ഫുള്ള്. ഇത്രയും കാലം എന്തായിരുന്നു ഇത്രയും ഒരു ലോങ് ബ്രേക്ക് എടുക്കുന്നതിന് കാരണം എന്തായിരുന്നു? അതെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചു ഒരേ ടൈമിലാകുമ്പോൾ വീഡിയോ എടുത്താലേ രസം ഉണ്ടാവും, അല്ലാണ്ട് വെറുതെ എന്തിനാ. പിന്നെ ആ കാര്യം മറന്നേ പോയി ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇതാക്കാത്തത്. അപ്പോൾ വീണ്ടും അത് പൊടി തട്ടിയെടുക്കാനുള്ള കാരണം എന്താണ്? അതെന്ന് വെച്ചാൽ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ചാനൽ എടുത്തു നോക്കി. ഇതിൽ കുറച്ച് വ്യൂവേഴ്സും കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവളൊരു ദോശൻ്റെ വീഡിയോ എടുത്തു, ഞാനങ്ങനെ വേറെ ഉള്ളിവടൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ അത് രണ്ടും കൂടി ഞങ്ങൾ ഇട്ടു. അങ്ങനെ രസമായി പിന്നെ തുടങ്ങി. ഈ അടുത്ത ക്വസ്റ്റ്യൻ സാൻവി പറയും. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഉള്ളിവട ഉണ്ടാക്കിയത് ആരാണ്, എൻ്റെ വീഡിയോയിൽ ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അമ്മയാണോ അമ്മമ്മയാണോ അല്ലെ അച്ഛമ്മയാണോ അങ്ങനെ കുറേ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം അമ്മമ്മയാണ് ഗൈസ്. എൻ്റെ അമ്മേൻ്റെ അമ്മ, ഇവളെ അമ്മേൻ്റെ അമ്മ. അപ്പോൾ അമ്മാമ്മയാണ്, വേറെ ആരുമല്ല കേട്ടോ. മസാല ദോശ വ്ളോഗിൽ സാൻവിയുടെ മദറിനെ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. ഒരു ദിവസം അമ്മേനെ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷുവർ ആയിട്ട് കാണിക്കല്ലേ. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫാമിലി വ്ളോഗ് വിഷുവിന് പ്രതീക്ഷിക്കാം അല്ലേ? യെസ്. പക്ഷെ ഞങ്ങളിപ്പോൾ വേറെ ഇതിലുണ്ടാവുക. എന്നാലും വീഡിയോസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോമൺ ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.